രാഷ്ട്രപതി രാവിലെ 7:25 രാജ്ഭവനിൽ നിന്ന് ടെക്നിക്കൽ ഏരിയയിലേക്ക് പുറപ്പെട്ടു. അവിടെ നിന്ന് 7:55 പ്രമാടത്തേക്ക് ഹെലികോപ്റ്റർ മാർഗം. ഹെലികോപ്റ്റർ അല്പം മുമ്പ് പ്രമാടത്ത് ഇറങ്ങി. അവിടെ നിന്ന് പമ്പയിലേക്കുള്ള യാത്രയിലാണ് രാഷ്ട്രപതി ഇപ്പോൾ. പമ്പയിൽ നിന്ന് ഇരുമുടി കെട്ടിപ്പോകുന്നത് സന്നിധാനത്തേക്ക്. സന്നിധാനത്തേക്ക് പോകുന്ന വാഹനം ഗൂർഖയാണ്. എന്താണ് ഈ ഗൂർഖ വാഹനം? ഗൂർഖയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 10 പ്രത്യേകതകൾ നോക്കാം. എം നിഖിൽ കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ 10 പ്രത്യേകതകളിൽ നിന്ന് തുടങ്ങാം. ആദ്യത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, 4x4x4. സാധാരണ ഓഫ് റോഡ് വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ 4x4 വാഹനങ്ങൾക്ക് 4x4 എന്നൊരു ബാഡ്ജിങ് മാത്രമാണുള്ളത്. അതായത് 2-4 മാത്രമാണ് ഇവിടെ ഉണ്ടാവാറ്. അപ്പോൾ നമ്മൾ മഹീന്ദ്രയുടെ ഥാറിലൊക്കെ കാണുന്നത് അതിൻ്റെ വശത്ത് ഈ ഒരു ബാഡ്ജിങ് എങ്ങനെയാണ് 4x4 മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു വാഹനത്തിൽ ഫോഴ്സിൻ്റെ ഗൂർഖയിൽ അത് 4x4x4, അതായത് 3-4 നൽകിയിട്ടുണ്ടെന്നതാണ്. ആദ്യത്തെ ഈ 4x4 എന്ന് പറയുന്നത് നോർമൽ വാഹനം 4x4 ആണ് എന്നുള്ളതിൻ്റെ സൂചനയാണ്. മൂന്നാമത്തെ ഈ ഒരു 4 എന്ന് പറയുന്നത് ഇത് ഈ ഒരു 4 ടെറൈനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ 4 എന്ന് വെച്ചാൽ ടെറൈൻ എന്ന് പറയുമ്പോൾ മല, മഞ്ഞ്, വെള്ളം, മരുഭൂമി, ഈ ഒരു 4 ടെറൈനിലും ഈ ഒരു വാഹനം യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതാണ് ഈ 4ാമത്തെ 4 കൊണ്ട് കമ്പനി ഉദ്ദേശിക്കുന്നത്. അതായത് ഏകദേശം ഈ ഒരു ഭാഗം വരെയൊക്കെ വാട്ടർ വീലിംഗ് കപ്പാസിറ്റി ഈ ഒരു വാഹനത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനം ഏത് ടെറൈനിലൂടെ വേണമെങ്കിലും സുഖമായി കൊണ്ടുപോകാം എന്നാണ് ഫോഴ്സ് അവകാശപ്പെടുന്നത്. അവകാശം മാത്രമല്ല, അത് സാധിക്കുകയും ചെയ്യും. അതായത് 4x4 ആണ്. ഒപ്പം തന്നെ ഈ ഒരു 4 ടെറൈനിലൂടെയും ഈ ഒരു വാഹനം സുഖമായി കൊണ്ടുപോകാൻ സാധിക്കും. ഈ ഒരു വാഹനത്തിൻ്റെ 2ാമത്തെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ പവർ തന്നെയാണ്. പവറിൽ കാര്യമായ മാറ്റം തന്നെ ഫോഴ്സ് ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് മുമ്പുണ്ടായിരുന്ന 3 ഡോറിൽ നിന്നും ഈ ഒരു 5 ഡോറിലേക്ക് വരുമ്പോൾ വാഹനത്തിൻ്റെ പവർ 140 PS ആക്കി ഉയർത്തിയിട്ടുണ്ട്. നേരത്തെ അത് 90 ആയിരുന്നു, അത് 140 ആക്കി ഉയർത്തിയിട്ടുണ്ട്. വാഹനത്തിൻ്റെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 320ലേക്കും ഉയർത്തിയിട്ടുണ്ട്. നേരത്തെ 250 ആയിരുന്നു, അതിൽ നിന്ന് 320ലേക്കും ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ വാഹനം ഓടിക്കുമ്പോഴും നമുക്കത് കൃത്യമായി ആ ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ 3ാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്. ഗ്രൗണ്ട് ക്ലിയറൻസിൽ കാര്യമായ വർധനവ് വരുത്തിയിട്ടുണ്ട്. നേരത്തെ 205 mm ആയിരുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് 233 mm ആക്കി ഉയർത്തിയിട്ടുണ്ട്. അത് നമുക്ക് കൃത്യമായി വാഹനം കാണുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ ഹൈറ്റിൽ നമുക്കത് കൃത്യമായി അറിയാം. അതിന് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകത വാഹനത്തിൻ്റെ വീൽ സൈസ് ഒന്ന് കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിനും കാര്യമായ വർധന ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏത് ടെറൈനിലും വാഹനം ഉപയോഗിക്കാൻ ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടിയത് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ 4ാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി തന്നെയാണ്. 700 mm ആണ് ഈ ഒരു വാഹനത്തിൻ്റെ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി എന്നുള്ളത്. അതായത് ഈ പോർഷൻ ഏകദേശം ഇവിടെ വരെയുള്ള ഈ ഒരു ലെവൽ വരെ വെള്ളത്തിൽ കൂടി ഈ ഒരു വാഹനം പോയാലും ഇതിന് കാര്യമായൊന്നും സംഭവിക്കുന്നില്ല എന്നാണ് ഫോഴ്സ് അവകാശപ്പെടുന്നത്. നമ്മൾ നേരത്തെ വാഹനം 4x4x4 എന്ന് ആ ഒരു ബാഡ്ജിങ് അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു. അതായത് 4 ടെറൈൻ പറയുന്നുണ്ട്. അതിൽ ഫോഴ്സ് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രധാനമായി പറയുന്ന ഒന്നാണ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളത്തിൽ കൂടി പോയാലും ഈ ഒരു വാഹനം ഓഫ് റോഡിന് വേണ്ടി മാത്രം നിർമ്മിച്ചൊരു വാഹനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽ വരെ വെള്ളത്തിൽ പോയാലും ഈ ഒരു വാഹനത്തിന് കാര്യമായൊന്നും സംഭവിക്കില്ല എന്നാണ് ഫോഴ്സ് അവകാശപ്പെടുന്നത്. അതുതന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ 4ാമത്തെ പ്രധാന പ്രത്യേകത. ഈ ഒരു വാഹനത്തിൻ്റെ 5ാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ടയർ തന്നെയാണ്. 215/65 പ്രൊഫൈലുള്ള 18 ഇഞ്ചിൻ്റെ ടയറാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. മുൻപുണ്ടായിരുന്ന ആ വാഹനത്തിൽ 3 ഡോറിലത് 16 ഇഞ്ചിൻ്റെ ടയറായിരുന്നെങ്കിൽ ഇതിലത് 18ലേക്ക് ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് കിടക്കുന്നത് ഓൾ ടെറൈൻ ആണ്. C8ൻ്റെ ക്രോസ് ഡ്രൈവ് 80 ഓൾ ടെറൈൻ ടയറാണ് ഇതിൽ കിടക്കുന്നത്. ഇതിൽ തന്നെ ഒരു 5 സ്പോക്ക് അലോയ് വീലും നൽകിയിട്ടുണ്ട്. നല്ല മനോഹരമായ ഒരു ഡിസൈനോട് കൂടിയ 5 സ്പോക്ക് അലോയ്സ് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ ഡ്യുവൽ ടോൺ എന്ന് പറയാം. അലൂമിനിയം ഫിനിഷും ഒപ്പം തന്നെ ബ്ലാക്ക് ഫിനിഷോട് കൂടിയ ഡ്യുവൽ ടോണിലുള്ള ഒരു അടിപൊളി അലോയ് വീല് തന്നെ നൽകിയിട്ടുണ്ടെന്ന് പറയാം. അതിൻ്റെ ഒത്ത നടുവിലായിട്ട് ആ ഒരു ഫോഴ്സിൻ്റെ ലോഗോയും
കമ്പനി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു അലോയ്സും ഒപ്പം തന്നെ ഈ ഒരു 18 ഇഞ്ച് ടയറുമാണ് ഈ ഒരു വാഹനത്തിൻ്റെ 5ാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ ഒരു വാഹനത്തിൻ്റെ 6ാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിന് റഫ് ലുക്ക് നൽകാൻ വേണ്ടിയിട്ട് കുറച്ച് അക്സസറീസും ഒപ്പം തന്നെ ഈ ഒരു സ്നോർക്കിലും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു വാഹനത്തിൽ ഇൻബിൽട്ടായിട്ട് സ്നോർക്കിൽ നൽകിയിട്ടുണ്ട്. സാധാരണ വാഹനങ്ങൾ ഇപ്പോൾ താറൊക്കെ എടുത്ത് ഓഫ് റോഡ് വാഹനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് അല്ലെങ്കിൽ പുറത്തുനിന്നാണ് സ്നോർക്കിലൊക്കെ വാങ്ങി വെക്കുക. അത് പലപ്പോഴും MVD പ്രശ്നമാക്കാറുണ്ട്. ഈ സ്നോർക്കിലൊക്കെ വെക്കുന്നതിൽ MVD പലപ്പോഴും അതിന് പ്രശ്നമാക്കാറുണ്ട്. എന്നാൽ ഗൂർഖയിലേക്ക് വരുമ്പോൾ ഫോഴ്സ് കമ്പനി തന്നെ സ്നോർക്കിൽ വെച്ച് കൊടുക്കുന്നു. അപ്പം MVDക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനി തന്നെ സ്നോർക്കിൽ വെച്ച് കൊടുക്കുന്നുണ്ട്, സ്നോർക്കിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു വിൻഫിൻ ബാറ്, ഒപ്പം മുകളിലൊരു ക്യാരിയർ, പിൻഭാഗത്തൊരു ലാഡർ, ഇതൊക്കെ ആക്സസറീസ് ആയിട്ട് തന്നെ കമ്പനി തന്നെ നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിലേക്ക് പുറത്തുനിന്ന് കാര്യമായ ആക്സസറീസ് അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് ലുക്ക് വരുത്തുന്നതിന് വേണ്ടി കാര്യമായ ആക്സസറീസ് ഒന്നും വാങ്ങിച്ച് വെക്കേണ്ടി വരുന്നില്ല. കാരണം അത്യാവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുതന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ 6ാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ ഒരു വാഹനത്തിൻ്റെ 7ാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ സേഫ്റ്റി തന്നെയാണ്. കാരണം സേഫ്റ്റിക്ക് കൃത്യമായ മുൻഗണന അല്ലെങ്കിൽ പരിഗണന തന്നെ ഫോഴ്സ് ഗൂർഖയിൽ നൽകുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് മെറ്റൽ ബോഡിയാണ്, അത് വളരെയധികം സ്ട്രോങ് ആണ്. അതിനൊപ്പം തന്നെ ആ വാഹനത്തിൽ 2 എയർ ബാഗുകൾ വരുന്നുണ്ട്, മുൻഭാഗത്തായി 2 എയർ ബാഗുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ ABS, EBD അടക്കമുള്ള കാര്യങ്ങളും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ 7ാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ സേഫ്റ്റി തന്നെയാണ്. ഈ ഒരു വാഹനത്തിൻ്റെ 8ാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇലക്ട്രിക് 4x4 ഗിയർ ഷിഫ്റ്ററാണ് എന്നുള്ളതാണ്. കാരണം നമുക്ക് 4x4ലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. നേരത്തെ ആണെങ്കിൽ ഒരു ലിവറായിരുന്നു, ഇപ്പോൾ അതിന് പകരം ഇലക്ട്രിക്കിലേക്ക് മാറിയപ്പോൾ ഒരു നോബാണ് ഉള്ളത്. 3 മോഡുകളും ചേഞ്ച് ചെയ്തതിന് വേണ്ടി വാഹനത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് സെൻട്രൽ പോർഷനിലായിട്ട് ഒരു നോബാണ് നൽകിയിട്ടുള്ളത്. 3 മോഡുകളും 3 ഓഫ് റോഡിന് വേണ്ടിയിട്ടുള്ള 4x4ൻ്റെ 4H, 4L, 2H അങ്ങനെ മോഡുകൾ ചേഞ്ച് ചെയ്തതിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡുകൾ ആ ഒരു നോബിലാണ് നൽകിയിട്ടുള്ളത്. അതുതന്നെയാണ് ഈ ഒരു വാഹനത്തിൽ ഏറ്റവും വലിയൊരു പ്രത്യേകതയും ആയിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ 8ാമത്തെ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നതാണ്. കാരണം ഓഫ് റോഡിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ താരം കൊണ്ടൊക്കെ പോകുന്ന സമയത്ത് ഒരു പ്രശ്നമല്ല, ഇത് കുറച്ച് റഫാണെങ്കിലും നമ്മൾ വാഹനം നിർത്തി വാഹനം ന്യൂട്രലാക്കിയതിന് ശേഷം നമ്മുടെ 4x4 ഗിയർന്ന് ഇച്ചിരി കട്ടിയായിരിക്കും വലിച്ചിടാൻ അതിന് വേണ്ടിയിട്ട്. പക്ഷേ ഇതിൽ ആ ഇലക്ട്രിക് നോബാകുന്നുണ്ട്, വാഹനം നിർത്തി നേരെ നമുക്ക് വളരെ അനായാസമായി തന്നെ 4x4ലേക്ക് വാഹനം ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ ഒരു വാഹനത്തിൻ്റെ 9ാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിനുള്ളിൽ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. 9 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ അത്യാവശ്യം ഓപ്ഷൻസൊക്കെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഗൂഗിൾ മാപ്പും ഒക്കെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും പല ആപ്ലിക്കേഷൻസ് നമുക്കിതിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. സ്പോട്ടിഫൈ, യൂട്യൂബ് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നാവിഗേഷൻ, ബ്ലൂടൂത്ത്, റേഡിയോ, മ്യൂസിക് അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞാൽ ആൻഡ്രോയിഡ് സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. വാഹനം ഹോട്ട്സ്പോട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നമുക്ക് വൈഫൈ കണക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു വാഹനത്തിലേക്ക് മൊബൈലിൻ്റെ ഹോട്ട്സ്പോട്ട് ഉപയോഗിച്ച് വൈഫൈ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് ഇതിൽ സപ്പോർട്ടാകുന്ന ആവശ്യമുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ സ്പോട്ടിഫൈ, യൂട്യൂബ്, വേസ് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇൻബിൽറ്റായിട്ട് നമുക്ക് റേഡിയോ, ബ്ലൂടൂത്ത്, ഒപ്പം തന്നെ മാപ്പ്, മ്യൂസിക് ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് മാത്രമാണ് വരിക. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ആൻഡ്രോയിഡായിട്ടൊരു ടച്ച് സ്ക്രീൻ സിസ്റ്റമാണ്. അതിനൊപ്പം തന്നെ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും ഇതിനുള്ളിൽ വർക്ക് ചെയ്യും എന്നുള്ളതും ശ്രദ്ധേയകരമായ കാര്യമാണ്. നിപ്പോൺ എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിനുള്ളിൽ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും അതാണ് ഈ ഒരു വാഹനത്തിന് 9ാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഇനി ഈ വാഹനത്തിൻ്റെ 10ാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ സസ്പെൻഷനാണ്. 4 വീൽ കോയിൽ സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിൽ ഫോഴ്സ് നൽകിയിട്ടുള്ളത്. അത് മികച്ചൊരു സസ്പെൻഷൻ തന്നെയാണ് വാഹനം നൽകിയത്. നമുക്ക് വാഹനത്തിനുള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ അത് നമുക്ക് കൃത്യമായി ഫീൽ ചെയ്യും. വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം വാഹനം ഓഫ് റോഡൊക്കെ പോകുന്നത് തന്നെ സസ്പെൻഷന് വളരെയധികം പ്രാധാന്യം എന്തായാലും ഫോഴ്സ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഗൂർഖയിൽ എന്ന് പറയാം. നേരത്തെ പറഞ്ഞതുപോലെ ഒരു 4 വീൽ കോയിൽ സസ്പെൻഷൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. അത് മികച്ച ഒരു യാത്രാ അനുഭവം തന്നെ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് എന്തായാലും. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ 10ാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത.